റേഷനരി വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പുട്ടുപൊടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് റേഷനരി എന്ത് വേണം, നന്നായിട്ട് ഒരു 3 തവണ വാഷ് ചെയ്തതിന് ശേഷം ഒരു 2.5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കട്ടോ. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഇങ്ങനെ കൊട്ടയിൽ മാറ്റി വെക്കുക. വാർത്തെടുക്കാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് പൊടിക്കേണ്ട രീതി വേറൊരു രീതിയിലാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഒരു പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ഏതെങ്കിലും പത്തിരിപ്പൊടി, പച്ചരിപ്പൊടിയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടിയും പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മിക്സിയിൽ ഇത് പറ്റി പിടിക്കില്ല, അടിപൊളിയായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു തരിപ്പായിട്ട് വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാനായി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, നമ്മൾ ഇതിനെ വറുത്തെടുക്കൊന്നും വേണ്ട. ഇതിനായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അടുത്ത ദിവസം അടിപൊളി പുട്ടുണ്ടാക്കട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു കേട്ടോ. ഏത് രീതിയിലാണ് നമ്മളിത് നനച്ചെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളിയേ. ഓക്കെ, ബൈ.